ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ് നമ്മുടെ നടന്നില്ല. പല കാരണങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ നടക്കായിരുന്നു, പിന്നെ അവധി വന്നു, ഒക്കെ ആകെപ്പാടെ മെസ്റ്റപ്പായി കിടക്കായിരുന്നു. സോ ഇന്നത്തെ ആണെങ്കിലും ലൈവ് സെഷനായിട്ട് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് കാരണം ലൈവ് സെഷൻ ആ ഒരു ടൈമിൽ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇൻട്രൊഡക്ടറി സെഷൻ എന്നുള്ള രീതിയിൽ ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാമെന്ന് വെച്ചത്. ഇത് സോണറ്റ്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നമ്മൾ കാണുന്നത്. കാരണം നിങ്ങളുടെ വെയ്സ് വിത്ത് വേർഡ്സ് എന്ന ബുക്കിൻ്റെ അകത്ത് ആദ്യത്തെ പോയം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റ് നമ്പർ 29 ആണ്. സോ ആ സോണറ്റിലേക്ക് നമുക്ക് ഒരു ലൈവ് സെഷനിൽ നമുക്ക് പോകാം. അതിനു മുമ്പ് സോണറ്റ്സ് എന്താണെന്നും ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്താണെന്നും എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ സെഷൻ ഒരു ഷോർട്ട് സെഷൻ ആയിരിക്കും. ഇറ്റ് വിൽ ബി എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദിസ് പോയറ്റിക് സ്റ്റൈൽ കോൾഡ് സോണറ്റ്സ്. ഓക്കെ, സോ സോണറ്റ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വേണ്ടി ഇതിൻ്റെ ഒറിജിൻസിനെ പറ്റിയാണ്. The word sonnet, it comes from this Latin term called sonetto. Now, ഈ സോണറ്റോയുടെ ഒരു ലിറ്ററൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ സോങ് എന്നാണ്. ഈ ലിറ്റിൽ സോങ് എന്ന ഈ ഒരു ട്രാൻസ്ലേഷൻ വരുന്നത് ഇതിൻ്റെ വലിപ്പം കൊണ്ടാണ്. നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഖണ്ഡകാവ്യങ്ങൾ പോലെ ഒരുപാട് വലിപ്പമുള്ള ഒരു പോയറ്റിക് സ്റ്റൈലൊന്നുമല്ല. വെറും 14 ലൈൻസ് മാത്രമാണ് ഒരു സോണറ്റിന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു ലിറ്റിൽ സോങ് എന്ന ഒരു അർത്ഥത്തിൽ സോണറ്റോ എന്ന് ലാറ്റിനിൽ ഇത് വിളിക്കപ്പെട്ടതും അത് ഇംഗ്ലീഷിൽ പിന്നീട് സോണറ്റ് എന്ന രീതിയിലും അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. സോ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 14 ലൈൻസ് ആണുള്ളത്. പിന്നെ ഇതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റൈം സ്കീം ഉണ്ട്. ഇനി ഒരു പോയത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു റൈം സ്കീം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പോയറ്റിക് ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന വാക്കിലെ സൗണ്ടും അതിന് ശേഷമുള്ള അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അടുത്ത ലൈനിലെ ലാസ്റ്റ് വേർഡിലെ എൻഡിങ് വാക്ക് അതിൻ്റെ തമ്മിലായിട്ടുള്ള ഒരു സൗണ്ട് പരമായിട്ടുള്ള ഒരു സിമിലാരിറ്റിയാണ് നമ്മൾ റൈം എന്ന് നമ്മൾ പറയുന്നത്. സോ ദ ലാസ്റ്റ് വേർഡ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ might rhyme with the last word of the second line. ഓക്കെ, അത് ചിലപ്പോൾ ഫസ്റ്റ് ലൈൻ ചിലപ്പോൾ റൈം ചെയ്യുന്നത് മൂന്നാമത്തെ ലൈനുമായിട്ടും ആയിരിക്കാം. ചിലപ്പോൾ അത് റൈം ചെയ്യുന്നത് ഒന്നാമത്തെ ലൈനും നാലാമത്തെ ലൈനും തമ്മിലായിരിക്കും. പക്ഷെ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ടായിരിക്കും ഇത് വരുന്നത്. ചുമ്മാ അവിടെ ഇവിടെ റൈം ചെയ്യാൻ പറ്റത്തില്ല. ദർ ഷുഡ് ബി എ പാറ്റേൺ. അപ്പം ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്ന റൈമിനെയാണ് നമ്മൾ ഫിക്സ്ഡ് റൈം സ്കീം എന്ന് പറയുന്നത്. അപ്പം സോണറ്റുകളുടെ കാര്യത്തിൽ അത് 14 ലൈൻസ് ഉള്ള കവിതകളാണ്. അതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റൈം സ്കീമുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ വരും എന്തൊക്കെ തരത്തിലുള്ള റൈം സ്കീമാണ് സോണറ്റുകളുള്ളത്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സോണറ്റുകളിലെ ലൈൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഫോളോസ് എ മെട്രിക്കൽ ഫുട്ട് കോൾഡ് അയാംബിക് പെന്റാമീറ്റർ. ഇത് വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട, ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ പ്രോപ്പർലി വാക്ക് കേൾക്കുന്നത്. അയാംബിക് പെന്റാമീറ്റർ എന്ന് വെച്ചാൽ ഒരു മെട്രിക്കൽ ഫുട്ടാണ്. അതായത് വെച്ചാൽ നമ്മൾ ഒരു ലൈൻ എഴുതുമ്പോൾ നമ്മളിപ്പോൾ കവിതകളൊക്കെ എഴുതുമ്പോൾ നമുക്ക് തോന്നിയ പോലെയൊക്കെ നമ്മൾ ഈ കവിതകൾ എഴുതുന്നിരിക്കും. പക്ഷേ ട്രഡീഷണലി നമ്മൾ കവിതകൾ എഴുതുമ്പോൾ ഓരോ ലൈനിൻ്റെ അകത്തും അളന്നു തൂക്കിയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ചില പദങ്ങൾ ഉപയോഗിക്കുന്നത്, ചില ഫ്രേസസ് ഉപയോഗിക്കുന്നത്. അപ്പം അതിനെ ആ ഒരു സ്റ്റൈലിങ്ങിനെയാണ് നമ്മൾ മെട്രിക്കൽ ഫുട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അയാംബിക് പെന്റാമീറ്റർ എന്ന മെട്രിക്കൽ ഫുട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അയാം എന്ന് പറയുമ്പോൾ 2 സിലബിളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഓക്കെ, സിലബിൾ എന്ന് വെച്ചാൽ ഒരു വൗവൽ സൗണ്ട് ആണ്. അത് ഓർത്താൽ മതി. നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എന്നുള്ള നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ ഫോണറ്റിക്സ് പഠിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ സിലബിളിനെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പം സിലബിൾ സാധാരണ ഇപ്പോൾ ഒരു വാക്കിൽ ഒരു സിലബിൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ആ വാക്കിൽ എത്ര വൗവൽ സൗണ്ടുകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇത് വൗവൽ ആൽഫബറ്റ്സിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. AEIOU എന്ന വൗവൽ ആൽഫബറ്റ്സ് അല്ല ഞാൻ പറയുന്നത്. ഇത് വൗവൽ സൗണ്ടുകളാണ്. ഓക്കെ, ലൈക്ക് ഇംഗ്ലീഷിൽ മൊത്തം 20 വൗവൽ സൗണ്ടുകളുണ്ട്. 12 പ്യുവർ വൗവൽസും 8 ഡിഫ്തോങ്സും എന്നൊക്കെ പറഞ്ഞത് പേടിക്കണ്ടേ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ലൈക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. എനിവേ, അപ്പം അയാം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള 2 സിലബിളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഓക്കെ, ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ സിലബിള് അൺസ്ട്രെസ്ഡ് ആയിരിക്കും.
അതായത് വെച്ചാൽ നമ്മൾ അധികം സ്ട്രെസ് കൊടുക്കാതെയായിരിക്കും ആദ്യത്തെ സിലബിൾ നമ്മൾ ഉച്ചരിക്കുന്നത്. രണ്ടാമത്തെ സിലബിൾ ഒരു സ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കും. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയമിടിപ്പാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് എങ്ങനെയാണ്? ധക് 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 എന്നല്ലേ. അപ്പം ഫസ്റ്റ് ധക് ഈസ് എ ഷോർട്ടർ ധക് അല്ലെ, സ്മോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അത്ര പവർഫുൾ ഉള്ള ധക് അല്ല, അല്ലെ ധക് ധക് എന്നാണ് അല്ലെ. രണ്ടാമത്തേത് പക്ഷേ കുറെ കൂടെ ഒരു ഹയർ നോട്ടിലുള്ള ഒരു ഇടിപ്പാണ്. ഇതാണ് അയാമ്പിന്റെ ഒരു പ്രത്യേകത. അതായത് വെച്ചാൽ രണ്ട് സിലബിളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ആദ്യത്തെ സിലബിൾ അൺസ്ട്രെസ്ഡ് ആയിരിക്കും, രണ്ടാമത്തേത് സ്ട്രെസ്ഡ് ആയിരിക്കും. ഇനി ഇങ്ങനെയുള്ള അയാമ്പുകൾ, അതായത് ഒരു അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ സ്ട്രെസ്ഡ്, അത് ഒരു യൂണിറ്റ് ആണ്. അങ്ങനത്തെ 5 യൂണിറ്റുകൾ ഒരൊറ്റ ലൈനിൽ വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെന്റാമീറ്റർ. പെന്റാ മീൻസ് 5. ഓക്കെ, അപ്പം a poetic line which has 5 sets of iambs is known as a line in iambic pentameter. Okay, I hope it's clear. Yes, so സോണറ്റുകളുടെ ഒരു പ്രത്യേകതയാണ് അത് അയാമ്പിക് പെന്റാമീറ്റർ ലൈൻസ് ആയിരിക്കും അതിൻ്റെ 14 വരികളിലും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു ഒറിജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സോണറ്റ് ഫോമിന്റെ ഒറിജിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 13ാം നൂറ്റാണ്ടില് ഇറ്റാലിയൻ പോയറ്റായ ജിയോക്കാമോ ദ ലെറ്റനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സോണറ്റ് ഫോം കണ്ടുപിടിക്കുന്നത്, ഈ ഒരു പോയറ്റിക് ഫോം കണ്ടുപിടിക്കുന്നത്. സോ ഇദ്ദേഹം ചെയ്തത്, ഈ ഒരു പോയറ്റിക് ഫോം ഇദ്ദേഹം കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രണയ കവിതകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോണറ്റ് ഫോം അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് വെച്ചാൽ ഈ ഒരു സോണറ്റ് ഫോം പിന്നീട് പലരും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ സോണറ്റ് ഫോമിനെ പല രീതികളിൽ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ സോണറ്റുകളുടെ ഒരു തീമായിട്ട് വന്നുകൊണ്ടിരുന്നത് ലവ് ആയിരുന്നു. അപ്പം പ്രണയത്തെ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊരു മാർഗമായിട്ടായിരുന്നു ഈ സോണറ്റ് ഫോംസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പ്രണയം എന്ന ഒരു ഫീച്ചർ മാറി നിന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റു പല തീമുകളും ഒക്കെ തന്നെ സോണറ്റിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഈവൻ ഷേക്സ്പിയറിന്റെ സോണറ്റുകളിലേക്ക് വരുമ്പോഴും ലവ് മാത്രമല്ല തീമായിട്ട് വരുന്ന മറ്റു പല തീംസും അതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഇനി ഈ ഒരു ജിയോക്കാമോ ദ ലെറ്റനി തുടങ്ങി വെച്ച ഈ സോണറ്റ് ഫോം പിന്നീട് പെർഫെക്റ്റഡ് ആകുന്നത് ഒരു ഇറ്റാലിയൻ പോയറ്റായ ഫ്രാൻസിസ്കോ പെട്രാർക്ക് എന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. അതായത് നമ്മൾ പെട്രാർക്ക് എന്ന് നമ്മൾ അതിന്റെ പേര് ഉച്ചരിക്കാറുണ്ട്. സോ ഹി പെർഫെക്റ്റഡ് ദ സോണറ്റ് ഫോം ആൻഡ് അദ്ദേഹം പെർഫെക്റ്റ് ചെയ്ത സോണറ്റ് ഫോം അറിയപ്പെടുന്നത് ഇറ്റാലിയൻ സോണറ്റ് എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇറ്റാലിയൻ സോണറ്റിന്റെ ഒരു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടായി വന്ന അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു സോണറ്റ് ഫോമാണ് ഇംഗ്ലീഷ് സോണറ്റ് അല്ലെങ്കിൽ ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോ ആദ്യം നമുക്ക് ഇറ്റാലിയൻ സോണറ്റ് അല്ലെങ്കിൽ പെട്രാർക്കൻ സോണറ്റിന്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ സംസാരിക്കാം. അപ്പം ഈ ഒരു പെട്രാർക്കൻ സോണറ്റ് അദ്ദേഹം ആദ്യമായിട്ട് ഫ്രാൻസിസ്കോ പെട്രാർക്ക് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കളക്ഷനിലാണ്. അതിന്റെ പേര് കാൻസോണിയറെ എന്നാണ്. സോ കാൻസോണിയറെ എന്ന് പറയുന്നത് 317 സോണറ്റുകളുള്ള ഒരു സീക്വൻസ് ആണ്, സീക്വൻസ് ഓഫ് പോയംസ് ആണ്. 317 സോണറ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. ആ ഒരു കളക്ഷൻ്റെ അകത്താണ്. ഈ ഒരു കളക്ഷൻ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബിലവഡായിരുന്ന ലോറ എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. സോ അദ്ദേഹത്തിന്റെ കാമുകിയായിരുന്നു. അപ്പം ലോറയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കാൻസോണിയറെ എഴുതുന്നത്. ആൻഡ് കാൻസോണിയറെ എന്ന് പറയുന്ന ആ ഒരു ആന്തോളജിക്കകത്ത് അദ്ദേഹം മൊത്തം 317 സോണറ്റുകൾ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു പെട്രാർക്കൻ സോണറ്റിന് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ 14 വരികളുടെ എഴുത്ത് സ്റ്റൈലിൽ നമുക്ക് ഒരു വ്യത്യാസം കാണാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞല്ലോ, സോണറ്റ് എന്ന് പറയുമ്പോൾ 14 വരികളാണുള്ളത്. ആ 14 വരികൾ പെട്രാർക്കൻ സോണറ്റിലേക്ക് വരുമ്പോൾ അതിനെ അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. സോ ദ 14 ലൈൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ഓക്കെ, ആ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 8 വരികളുള്ള ആദ്യത്തെ ഗ്രൂപ്പ്, 8 വരികളുള്ള ആദ്യത്തെ ഗ്രൂപ്പ് വിച്ച് ഈസ് നോൺ ആസ് ആൻ ഒക്ടേവ്. ഓക്കെ, 8 റെഫേഴ്സ് ടു ഒക്ടേവ്, അല്ലെ ഒക്ടേവ് റെഫേഴ്സ് ടു 8. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 6 വരികളുള്ള സെസ്റ്ററ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻസ് ആണ്. ഓക്കെ, ഇതിനെ 2 പാരഗ്രാഫ് ആയിട്ട് വേണം നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ
ത്തിന്റെ കാര്യത്തിൽ നമ്മൾ പാര എന്ന് ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ പാരഗ്രാഫ് നമ്മൾ ഉപയോഗിക്കില്ല, സ്റ്റാൻസ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയായിട്ട് ഈ 14 വരികളെ 2 സ്റ്റാൻസ ആയിട്ടാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. 8 വരികളുള്ള ഒരു സ്റ്റാൻസായും 6 വരികളുള്ള മറ്റൊരു സ്റ്റാൻസായും, ടോട്ടൽ മേക്കിംഗ് 14 ലൈൻസ്. ഓക്കെ, ഇതാണ് പെട്രാർക്കൻ സോണറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി ഈ ഒരു ഒക്ടേവും സെസ്റ്ററ്റും 8+6 എന്ന് പറയുന്ന ഈ ലൈൻസ് അതിൻ്റെ ഈ ഒരു അറേഞ്ച്മെന്റ്സിൽ മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുള്ളത്, ഇത് മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ അകത്തും പ്രത്യേകതയുണ്ട്. അതായത് ഒക്ടേവ് മുന്നോട്ട് വെക്കുന്നത് എപ്പോഴും ഒരു പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമായിരിക്കും, ഒരു ഇമോഷണൽ ടെൻഷൻ ആയിരിക്കും. ഈ ടെൻഷൻസും ഈ പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും ആദ്യത്തെ 8 ലൈനിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന 6 ലൈനുകളിൽ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ടെൻഷൻ, ഈ ഒരു മാനസിക സമ്മർദ്ദം എങ്ങനെ ഒഴിവാക്കാം, അല്ലെ അതിന് എന്താണ് പ്രതിവിധി എന്നതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാം. അപ്പൊ ആദ്യത്തെ 8 ലൈനിൽ ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, അത് കഴിഞ്ഞിട്ടുള്ള 6 ലൈൻ അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിന് കൃത്യമായിട്ട് ഒരു റൈം സ്കീമുണ്ട്. ഈ 8 വരികൾക്ക് ഒരു പ്രത്യേക റൈം സ്കീമും 6 വരികൾക്ക് മറ്റൊരു റൈം സ്കീം. 8 വരികൾക്കുള്ള റൈം സ്കീം ഫിക്സ്ഡ് ആണ്. അതെന്ന് പറയുന്നത് ABBA ABBA. അതായത് വെച്ചാൽ ദ ഫസ്റ്റ് ലൈൻ ആണ് അതിന്റെ റൈമിനെ സൂചിപ്പിക്കുന്നതാണ്, A എന്നുള്ള ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത്, B എന്നത് രണ്ടാമത്തെ ലൈനിന്റെയാണ്, മൂന്നാമത്തെ ലൈനും B ആണ് അതിന്റെ റൈം സ്കീം. അതിനെ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് the second line is rhyming with the third line. പക്ഷെ 4ാമത്തെ ലൈനിൻ്റെ അത് വരുന്ന റൈം സ്കീം എന്താണ് വരുന്നത്? അത് A ആണ്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ലൈനും 4ാമത്തെ ലൈനുമാണ് റൈം ചെയ്യുന്നത്. അത് തന്നെ വീണ്ടും ഒരു സീക്വൻസ് ആയിട്ട് ഫോളോ ചെയ്യുവാണ് അടുത്ത സെറ്റ് ഓഫ് 4 ലൈൻസിൻ്റെ. സോ യു ഫൈൻഡ് ദാറ്റ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ഒക്ടേവ് റൈംസ് വിത്ത് ദ 4th ലൈൻ ഓഫ് ദ ഒക്ടേവ്. അതുപോലെ തന്നെ the second line of the octave rhymes with the third line. അതാണ് ABBA. വീണ്ടും അത് ABB. അങ്ങനെ ഒരു മൊത്തം 8 ലൈൻസ് ആയി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി സെസ്റ്ററ്റിലേക്ക് വരുമ്പോൾ മൊത്തം 6 ലൈനുകളിലും ഉള്ളത്. ഈ 6 ലൈന് 3 രീതിയിൽ, 3 തരത്തിൽ ഇതിന് റൈം സ്കീം നമുക്ക് എഴുതാൻ പറ്റും. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് CDE CDE. അതായത് വെച്ചാൽ C എന്നത് നമ്മുടെ ഈ പറയുന്ന 6 ലൈൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്ന സ്റ്റാൻസായ്ക്കകത്തുള്ള ആദ്യത്തെ ലൈനാണ്. ഓക്കെ, നമ്മുടെ മറ്റേ ഒരു ടോട്ടൽ 14 ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ 9ാമത്തെ ലൈനോ അല്ലേ. അപ്പം 9ാമത്തെ ലൈൻ ഇത് റൈം ചെയ്യുന്നത് 10ാമത്തെ ലൈനുമായിട്ടോ 11ാമത്തെ ലൈനുമായിട്ടോ അല്ല, 12ാമത്തെ ലൈനുമായിട്ടാണ്. 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ടാണ് അത് റൈം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിയും ഇയും. അപ്പം CDE CDE അത് ഒരു റൈം സ്കീമാണ്. ഇതേ 6 ലൈൻ മറ്റൊരു രീതിയിൽ നമുക്ക് റൈം ചെയ്യാൻ പറ്റും, CDC CDC. അതുപോലെ തന്നെ CDE DCE. ഒരു വ്യത്യാസം അവിടെ വന്നേക്കാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇൻ പേഴ്സൺ ക്ലാസ് ആയിരുന്നെങ്കിൽ ഞാൻ ബോർഡിൽ എഴുതി തരായിരുന്നു, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോർ ക്ലിയർലി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, ലൈക്ക് ഏത് രീതിയിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. നിങ്ങൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞ് നിങ്ങളൊരു 14 നമ്പേഴ്സ് നിങ്ങൾ മേട് തൊട്ട് താഴെ വരെ എഴുതിയിട്ട് ഓരോ നമ്പറിനും ഈ ഓരോ റൈം സ്കീമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ആൽഫബറ്റ്സ് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വരുന്നത്. അപ്പം ഒറ്റ കാര്യം ഓർത്തോളുക, പെട്രാർക്കൻ സോണറ്റിന്റെ ഒക്ടേവിന്റെ റൈം സ്കീം ഫിക്സ്ഡ് ആണ്. സെസ്റ്ററ്റിന്റെ, അതായത് 6 വരികളുള്ള രണ്ടാമത്തെ സ്റ്റാൻസയ്ക്ക് 3 തരത്തിലുള്ള റൈം സ്കീം ആകാം. എല്ലാം ഒരുമിച്ച് വരണമെന്നല്ല പറയുന്നത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ആയാൽ മതി. ഇതാണ് പെട്രാർക്കൻ സോണറ്റിന്റെ പ്രത്യേകത. ഇനി ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സോണറ്റിനെ പറ്റി പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി നമ്മൾ പറയണം. സർ തോമസ് വ്യാട്ട് ആൻഡ് ഹെൻറി ഹൊവാർഡ്, who is also known as the Earl of Surrey. ഏൾ എന്ന് പറഞ്ഞാൽ പ്രഭു എന്നൊരർത്ഥമാണ്. നമ്മുടെ ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ഥാനപ്പേരും കൂടിയാണത്. അപ്പം ഇവർ 2 പേരുമാണ് ഇറ്റാലിയൻ സോണറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആ സോണറ്റ് ഫോമിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതും. ഓക്കെ, സർ തോമസ് വ്യാട്ട് ഹാഡ് ഇൻട്രൊഡ്യൂസ് ദ പെട്രാർക്കൻ സോണറ്റ് ഇൻ ടു ഇംഗ്ലണ്ട്. ഹെൻറി ഹൊവാർഡ്, അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടിയായിരുന്ന ഹെൻറി ഹൊവാർഡ്, ഈ ഒരു 14 വരികളിൽ അദ്ദേഹം ഒരു മാറ്റം വരുത്തി. അത് അദ്ദേഹം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ
പെട്രാർക്കൻ സോണറ്റ് നമ്മൾ കണ്ടല്ലോ 14 വരികളെ 8ഉം 6ഉമായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഹെൻറി ഹൊവാർഡ് അദ്ദേഹം ഈ 14 വരികളെ 3 ക്വാട്രെയിൻസും ഒരു കപ്ലെറ്റുമായിട്ട് തിരിച്ചു. ക്വാട്രെയിൻ എന്ന് വെച്ചാൽ 4 എന്നാണ് അർത്ഥം. അതായത് 4 വരികളുള്ള 3 സ്റ്റാൻസായും, കപ്ലെറ്റ് മീൻസ് 2 വരികളുള്ള ഒരു സ്റ്റാൻസായും. ക്ലിയർ ആണോ? അതായത് ഹെൻറി ഹൊവാർഡ് ചെയ്ത് എന്താണ്, 14 വരികളുള്ള സോണറ്റിനെ അദ്ദേഹം തിരിച്ചത് 4 വരികളുള്ള 3 സ്റ്റാൻസ് ആയിട്ടും അവസാനത്തെ 2 വരി ഒരു കപ്ലെറ്റ് ആയിട്ടും അദ്ദേഹം അതിനെ മാറ്റി. എന്നിട്ട് അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള റൈം സ്കീമും കൊടുത്തു. ഇംഗ്ലീഷ് സോണറ്റിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABAB, CD EF GG എന്നാണ്. സോ ഇതിൻ്റെ അകത്ത് the first line rhymes with the second line, the first line rhymes with the third line, the second line rhymes with the fourth line, the fifth line rhymes with the seventh line, and the sixth line rhymes with the eighth line. ആ രീതിയിലാണ് അത് പോകുന്നത്. പക്ഷെ കപ്ലെറ്റ് ഒരു കോമൺ റൈമിംഗ് ആണ് അതിന് ഉള്ളത്. ഇനി ഇവരുടെ സോണറ്റുകൾ, ഇവരുടെ ഈ ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് സോണറ്റ്സ് ആദ്യമായി പബ്ലിഷ് ചെയ്തു വന്നത് റിച്ചാർഡ് ടോട്ടൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മിസലനി എന്ന 1557 ഇറങ്ങിയ ആന്തോളജിക്കകത്താണ് ഈ ഒരു ഇംഗ്ലീഷ് സോണറ്റ്സ് പബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ 1557 മൊത്തം 271 സോണറ്റുകൾ അവർ ആ ഒരു എഡിഷൻ്റെ അകത്ത് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് വേ ദി ഇംഗ്ലീഷ് സോണറ്റ് ബിക്കംസ് വെരി ഫേമസ് ഇൻ ഇംഗ്ലണ്ട്. ഇതിന് ശേഷമാണ് നമ്മുടെ ഷേക്സ്പിയർ കടന്നു വരുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ വില്യം ഷേക്സ്പിയറിനെ പറ്റി നിങ്ങൾ സ്കൂളുകളൊക്കെ പഠിച്ചിട്ടുള്ള ആയിരിക്കാം അല്ലെ. ഷേക്സ്പിയർ ഹി വാസ് എ ഡോമിനേറ്റിംഗ് ഫിഗർ ഡ്യൂറിങ് ദ റിനൈസൻസ് പീരിയഡ്. ആൻഡ് അദ്ദേഹം കൈവച്ച കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം സോണറ്റ് റൈറ്റിംഗിലേക്കും കൂടി വന്നു. ഇത് ചരിത്രകാരന്മാർ പറയുന്നതെന്ന് വെച്ചാൽ ഷേക്സ്പിയർ വാസ് ബേസിക്കലി എ ഡ്രമാറ്റിസ്റ്റ്. അദ്ദേഹം സോണറ്റ് റൈറ്റിംഗിലേക്ക് വന്നത് ഒരു തരത്തിൽ ആ കാലഘട്ടത്തിലുള്ള മറ്റ് റൈറ്റേഴ്സ് ഒക്കെ തന്നെ സോണറ്റുകൾ എഴുതുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന്റെ ഒരു പ്രാഗൽഭ്യത്തിന് ഒരു ചലഞ്ച് ആകുന്ന ഒരു അവസ്ഥ വന്നു. അതെന്ന് വെച്ചാലായിട്ട് ഇനി ഞാൻ സോണറ്റ് എഴുതിയില്ലെങ്കിൽ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു നമ്മുടെ ഷേക്സ്പിയർ. ആ സമയത്താണ് അദ്ദേഹവും സോണറ്റ് റൈറ്റിംഗിലേക്ക് വരുന്നത്. ഏതാണ്ട് ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ലിറ്റററി സ്കോളേഴ്സും ഉണ്ട്. എന്നിരുന്നാലും Shakespeare started writing sonnets and his sonnets became very successful. And അതിനുശേഷം ആ സക്സസിന്റെ ആധിക്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സോണറ്റ് ഫോം പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് ഷേക്സ്പീരിയൻ സോണറ്റ്സ് എന്ന രീതിയിൽ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്, അദ്ദേഹം ഏൾ ഓഫ് സറേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന, ഹെൻറി ഹൊവാർഡ് ഫോളോ ചെയ്യുന്ന അതേ സ്റ്റാൻസ സ്ട്രക്ചർ തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സോണറ്റുകളിലും ഉപയോഗിച്ചത്. അതായത് 3 ക്വാട്രെയിൻസും ഒരു കപ്ലെറ്റും ഉള്ള ആ ഒരു സ്റ്റാൻസ ഫോം അദ്ദേഹം ഫോളോ ചെയ്തു. ഇനി ഇദ്ദേഹത്തിന്റെ സോണറ്റുകൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ദ പാഷനേറ്റ് പിൽഗ്രിം എന്ന 1599 ഇറങ്ങിയ ടെക്സ്റ്റിന്റെ അകത്താണ്. പിന്നീട് ഇദ്ദേഹത്തിന്റെ മുഴുവൻ സോണറ്റ്സ്, ഷേക്സ്പിയർ എഴുതിയ മുഴുവൻ സോണറ്റ്, അത് മൊത്തം 154 എണ്ണമാണ് അദ്ദേഹം എഴുതിയത്. ഈ 154 എണ്ണവും 1609 തോമസ് തോർപ്പ് എന്ന ഒരു പബ്ലിഷർ പ്രിന്റ് ചെയ്ത ഒരു കളക്ഷനിലാണ് ഇത് പ്രിന്റഡ് ആയിട്ട് വരുന്നത്. മൊത്തം ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് നമ്പർ എന്ന് പറയുന്നത് 154 ഇനി ഈ ഒരു കളക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. തോമസ് തോർപ്പിന്റെ 1609 ഷേക്സ്പീരിയൻ സോണറ്റുകളുടെ കളക്ഷൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മുടെ ബുക്സ് ഒക്കെ ആൾക്കാർക്ക് വേണ്ടി പലർക്കും ഡെഡിക്കേറ്റ്, ഇപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ ബുക്സ് ഒക്കെ എഴുതുമ്പോൾ അതിന്റെ ഡെഡിക്കേഷൻ ഉണ്ട്. ഈ ഡെഡിക്കേഷൻ അദ്ദേഹം വെച്ചത് ടു മിസ്റ്റർ WH എന്നായിരുന്നു. അപ്പൊ ഈ WH എന്നുള്ള പേര് ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ലിറ്റററി സ്കോളേഴ്സ് ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തി. ആ പഠനഫലമായിട്ട് 2 പേരാണ് ഈ WH എന്ന ഇനിഷ്യലിന് കേപ്പബിൾ ആയിട്ടുള്ള പ്രോപ്പർ കണ്ടസ്റ്റൻസ് കണ്ടെത്തുക. ഇതിനകത്ത് ആരാണ് ആക്ച്വൽ എന്ന് ഇതുവരെ അറിയത്തില്ല, എന്നാലും പ്രോബബിൾ ആയിട്ടുള്ള 2 കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി. ഒന്ന് വില്യം ഹെർബർട്ട് ആയിരുന്നു, ഹി വാസ് ആൻ ഏൾ ഓഫ് പെംബ്രൂക്ക്. അതുപോലെ തന്നെ ഹെൻറി വ്രയത്തസ്ലി, ഹു വാസ് ആൻ ഏൾ ഓഫ് സദാംപ്ടൺ. അപ്പൊ ഹെൻറി വ്രയത്തസ്ലിയുടെ ഇനിഷ്യൽസ് ആണ് HW, അത് തിരിച്ചിട്ടു WH എന്നുള്ള. അതുപോലെ വില്യം ഹെർബർട്ടിന്റെയും WH അദ്ദേഹത്തിന്റെ ഇനിഷ്യൽസ് ആണ്, ഫസ്റ്റ് നെയിമിന്റെയും സെക്കൻഡ് നെയിമിന്റെയും. അപ്പം ഇതിൻ്റെ അകത്ത് ആര് വേണേലും
പ്രോബബിൾ കാൻഡിഡേറ്റ് ആണ് ഈ പറയുന്ന WHന്റെ IMDയിൽ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷേക്സ്പിയർ ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴും ഒരു പേട്രൺ കാണും ഇവർക്ക്. അതായത് വെച്ചാൽ ഇവരുടെ ചെലവുകളൊക്കെ കാണാം. ഇവർക്ക് പ്രത്യേകിച്ച് വരുമാനം എന്ന് പറയുന്നത് തങ്ങളുടെ എഴുത്തുകളിൽ കൂടെയാണല്ലോ. അപ്പം ഇവരുടെ വരുമാന മാർഗം ഈ എഴുത്തുകളിൽ കൂടെ എപ്പോഴും സക്സസ്ഫുൾ ആകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോഴത്തേനായിട്ട് ആ സ്ഥലത്തെ ഒരു പ്രധാനിയായിട്ടുള്ള കാശുകാരനായിട്ടുള്ള ഒരു വേദനിക്കുന്ന ഒരു കോടീശ്വരൻ ഇവരുടെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കും. അപ്പൊ ഇവരുടെ ചെലവുകൾ മുഴുവൻ അവരായിരിക്കും വഹിക്കുന്നത്. അപ്പൊ അങ്ങനെ പേട്രൺസ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഷേക്സ്പിയറിന് ഒരുപാട് പേട്രൺസ് ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനിയായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഏൾ ഓഫ് പെംബ്രൂക്കും ഏൾ ഓഫ് സതാംപ്ടണും ഒക്കെ തന്നെ. അപ്പം പോസിബിളി അദ്ദേഹം തൻ്റെ പേട്രൺസിനായിരിക്കാം തൻ്റെ 154 സോണറ്റുകളുടെ കളക്ഷൻ ഡെഡിക്കേറ്റ് ചെയ്തത് എന്നാണ് അവരുടെ ലിറ്റററി സ്കോളേഴ്സ് പറയുന്നത്. ഇനി ഈ 154 സോണറ്റ്സിന് നമുക്ക് ആ സോണറ്റുകൾ മുന്നോട്ട് വെക്കുന്ന തീം അനുസരിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡിവൈഡ് ദ 154 സോണറ്റ്സ് ഇൻടു 3 കാറ്റഗറീസ്. അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സോണറ്റ് നമ്പർ 1 മുതൽ സോണറ്റ് നമ്പർ 126 വരെയുള്ളതാണ്. ഇതിനെ സാധാരണ പറയുന്നത് ഫെയർ യൂത്ത് സോണറ്റ്സ് എന്നാണ്. ഫെയർ യൂത്ത് സോണറ്റ്സ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സോണറ്റുകളിൽ, അതായത് 1 മുതൽ 126 വരെയുള്ള സോണറ്റുകളിൽ ഈ സോണറ്റിൻ്റെ അകത്ത് സംസാരിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ സ്പീക്കർ ഹി അഡ്രസ്സസ് എ ഫെയർ യൂത്ത്, ഒരു യങ് ആയിട്ടുള്ള വളരെ ചാമിങ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യങ് പേഴ്സണെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ സോണറ്റുകളൊക്കെ തന്നെ അതേമാതിരി. അപ്പം ഇത് ആ എഴുത്തുകാരൻ്റെ ഈ ഒരു ഫെയർ യൂത്തുമായിട്ടുള്ള ബന്ധത്തെ കൂടിയാണ് ഈ സോണറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നമുക്ക് കാണാം ഈ പറഞ്ഞ ഫെയർ യൂത്തിനും പ്രോബബിൾ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതാരാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 1 മുതൽ 126 വരെയുള്ളത് ഫെയർ യൂത്ത് സോണറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന് ഫർദർ ഒരു സബ് ഡിവിഷൻ ഉണ്ട്. 1 മുതൽ 17 വരെയുള്ള സോണറ്റുകളെ നമ്മൾ പ്രൊക്രിയേഷൻ സോണറ്റ് എന്നാണ് പറയുന്നത്. പ്രൊക്രിയേഷൻ മീൻസ് ടു പ്രോജനിറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടികളെ ഉണ്ടാക്കുക എന്നാണ് പ്രൊക്രിയേഷന്റെ ഒരു അർത്ഥം, ഒരു വളരെ ലെയ്മാൻ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു 1 മുതൽ 17 വരെയുള്ള സോണറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫെയർ യൂത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെയർ യൂത്തിനോട് നിരന്തരമായിട്ട് ഈ പോയറ്റ് ആവശ്യപ്പെടുകയാണ്. അതായത് നീ പോയി കല്യാണം കഴിക്കുക, കല്യാണം കഴിച്ച് നീ കുട്ടികളെ ജനിപ്പിക്കുക. അതിൻ്റെ നീഡ് എന്താണ്? സോ ദാറ്റ് നിന്റെ സൗന്ദര്യവും നിന്റെ കഴിവുകളും നിന്റെ കുട്ടികളിൽ കൂടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് you have to get married and you have to beget children. അപ്പം ഈ ആശയമാണ് ഈ 1 മുതൽ 17 വരെയുള്ള സോണറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിനെ പ്രൊക്രിയേഷൻ സോണറ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 127 മുതൽ 152 വരെയുള്ള സോണറ്റുകളാണ്. ഇവയെ നമ്മൾ ഡാർക്ക് ലേഡി സോണറ്റ്സ് എന്നാണ് പറയുന്നത്. കാരണം ഡാർക്ക് ലേഡി എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന സ്പീക്കറിനെ, ഷേക്സ്പിയർ എന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഷേക്സ്പിയറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ അല്ലാതെ ഉണ്ടായിരുന്ന ഒരു കാമുകിയെ പറ്റിയാണ്. ടു ഹും ഹി വാസ് സോ മച്ച് അഡിക്റ്റഡ് സെൻഷ്വലി, ഫിസിക്കലി, ഇമോഷണലി. അപ്പം ആ ഒരു സ്ത്രീയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സോണറ്റുകളൊക്കെ എഴുതിയത്. അതുകൊണ്ട് തന്നെ 127 മുതൽ 152 വരെയുള്ള സോണറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ലവിൻ്റെ ഒരു പ്രൊക്ലമേഷൻ കൂടിയാണ്. വളരെ സെൻഷ്വൽ ആയിട്ടുള്ള ഒരു ലവിനെയൊക്കെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഡാർക്ക് ലേഡിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിനെയൊക്കെ തന്നെ വളരെ വൈകാരികമായിട്ടും വളരെയധികം സെൻഷ്വലായിട്ടും വളരെയധികം ഫിസിക്കലായിട്ടും റെപ്രസെന്റ് ചെയ്യുന്ന സോണറ്റുകളാണ് 127 മുതൽ 152 വരെ. ഇനി ഈ ഡാർക്ക് ലേഡി ആരാണ്, അതിനുള്ള പ്രോബബിൾ കാൻഡിഡേറ്റ്സ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. അവസാനത്തെ 2 സോണറ്റ്സ്, അതായത് 153 154 ഇവ അറിയപ്പെടുന്നത് ദ ഗ്രീക്ക് സോണറ്റ്സ് അല്ലെങ്കിൽ ക്യൂപ്പിഡ്സ് സോണറ്റ്സ് എന്നാണ്. കാരണം ഈ 2 സോണറ്റ്സ് അഡ്രസ് ചെയ്തിരിക്കുന്നത് ക്യൂപ്പിഡിനെയാണ്. ക്യൂപ്പിഡ് ആസ് യു നോ ഈസ് എ റോമൻ ഗോഡ് ഓഫ് ലവ്. നമ്മുടെ കാമദേവന്റെ ഒക്കെ ഒരു ഇക്വലന്റ് ആണ്. മറ്റേ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെ, പെയിന്റിങ്സിലൊക്കെ കണ്ടിട്ടാണ് ചെറിയൊരു കുട്ടി ഈ പറയുന്ന ചെറിയ ചിറകൊക്കെ വെച്ച് ഈ അമ്പും വില്ലുമായിട്ട് നിൽക്കുന്നത്, അതാണ് ക്യൂപ്പിഡ്. അപ്പം ക്യൂപ്പിഡിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതാണ് അവസാനത്തെ 2 സോണറ്റുകൾ. അപ്പം ഷേക്സ്പിയറിന്റെ 154 സോണറ്റ്സ് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും.
1 മുതൽ 126 വരെയുള്ളത് ഫെയർ യൂത്ത് സോണറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനും ഫർദർ സബ്ഡിവിഷൻ ഉണ്ട്. 1 മുതൽ 17 വരെയുള്ളതിന് പ്രൊക്രിയേഷൻ സോണറ്റ്സ് എന്ന് പറയും. രണ്ടാമത്തെ കാറ്റഗറി 127 മുതൽ 152 വരെയുള്ളതാണ്. അവയെ നമ്മൾ ഡാർക്ക് ലേഡി സോണറ്റ്സ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് 153, 154 സോണറ്റ് വിച്ച് ആർ അഡ്രസ് ടു ക്യൂപിഡ്. ഇനി ഈ സോണറ്റുകളിലൊക്കെ തന്നെ കുറേ മിസ്റ്റീരിയസ് ഐഡന്റിറ്റീസ് ഉണ്ട്. ആദ്യത്തെ മിസ്റ്റീരിയസ് ഐഡന്റിറ്റിയാണ് ഈ ഫെയർ യൂത്ത്. ദ ഫെയർ യൂത്ത് ഓഫ് ദ സോണറ്റ്സ് ഫ്രം 1 to 126. Now, ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സോണറ്റ് നമ്പർ 29 ഈ ഒരു ഫെയർ യൂത്ത് സോണറ്റ്സിന്റെ ഉള്ളിലാണ് പെടുന്നത്. സോ ദെയർഫോർ ദിസ് ഡിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ഓൾ ടു നോ. അപ്പം ഈ ഒരു ഫെയർ യൂത്തിന് ഉള്ള 2 പ്രോബബിൾ കാൻഡിഡേറ്റ് ആണ്. നമ്മുടെ WHന്റെ കാൻഡിഡേറ്റ്സ് സെയിം ആൾക്കാർ തന്നെയാണ്. വില്യം ഹെർബർട്ടും ഹെൻറി റൈറ്റ്സ്ലി. ഇവർ രണ്ടുപേരും ആകാം എന്നാണ് പറയുന്നത്. ഇനി അത് കൂടാതെ there are new studies coming out which says that the fair youth described here was actually an actor on Shakespearean stage. ഷേക്സ്പിയർ ഡ്രാമാറ്റിസ്റ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ആക്ടറിനെ, ഒരു യങ് ആക്ടറും ആകാം എന്ന് പുതിയ കുറേ പഠനങ്ങളൊക്കെ ഷേക്സ്പീരിയൻ സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ആധികാരികത ഉണ്ടെന്ന് വെച്ചാൽ those things are debatable. പല ലിറ്റററി സ്കോളേഴ്സ് പല ആസ്പെക്റ്റുകളാണ് എടുത്തത്. എന്നിരുന്നാലും എല്ലാവരും അംഗീകരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ് വില്യം ഹെർബർട്ടും ഹെൻറി റൈറ്റ്സ്ലി. ഇനി ഈ സോണറ്റുകളുടെ ഒരു പ്രത്യേകത നമ്മൾ എടുത്തു കഴിഞ്ഞാലായിട്ട് ദീസ് സോണറ്റ്സ് റെപ്രസെന്റ്സ് ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പം ഒരാൾക്ക് മരണത്തിനെ എപ്രകാരമാണ് ആർട്ടിലൂടെ കടന്നു പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്, എപ്രകാരമാണ് ഒരാൾക്ക് തൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഈ പറയുന്ന അല്ലെങ്കിൽ തൻ്റെ ഒരു സൗന്ദര്യമൊക്കെ തന്നെ ആർട്ടിലൂടെ എപ്രകാരമാണ് നിലനിർത്താൻ പറ്റുന്നത് എന്നൊക്കെ കാണിക്കുന്ന സബ്ജക്ട് തീംസ് ഒക്കെയാണ് ഈ പറയുന്ന ഫെയർ യൂത്ത് സോണറ്റ്സിനകത്ത് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ വി ഓൾസോ ഹാവ് ഷേക്സ്പീരിയൻ ക്രിട്ടിക്സ്, പ്രത്യേകിച്ച് ജെൻഡർ സ്റ്റഡീസ്, ക്യൂർ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് ചേർത്ത് ഉള്ള പഠനങ്ങൾ നടത്തുന്ന ലിറ്റററി സ്കോളേഴ്സ് പറയുന്നത് വെച്ചാൽ ഫെയർ യൂത്ത് സോണറ്റ്സ് ഒരു തരത്തിൽ ഷേക്സ്പിയറിന്റെ ഒരു ഹോമോസെക്ഷുവൽ അഫിനിറ്റി കൂടി കാണിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അതുള്ള ഫെയർ യൂത്തിനെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഫെയർ യൂത്തിനോട് അദ്ദേഹത്തിന് വളരെ സെൻഷ്വൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ലവ് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോമോസെക്ഷുവാലിറ്റിയെയും കൂടിയാണ് കാണിക്കുന്നത് എന്നും കൂടി പറയുന്ന പഠനങ്ങൾ ഉണ്ട്. എന്നിരുന്നാലും വളരെയധികം ഈ ഒരു ഇമ്മോർട്ടാലിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെ നമുക്ക് ഒരു ഇമ്മോർട്ടൽ ആകാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ആർട്ടിലൂടെ എങ്ങനെ പറ്റും, അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിലൂടെ എങ്ങനെ പറ്റും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ വളരെയധികം ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊക്കെ ഇദ്ദേഹം ഇതിൻ്റെ പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പേട്രൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു രസകരമായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ഐഡന്റിറ്റിയാണ് ഈ പറയുന്ന ഫെയർ യൂത്ത് സോണറ്റ്സിൻ്റെ അകത്ത് തന്നെ വരുന്നത്. പോയിന്റ് നമ്പർ 3 ആയിട്ട് കൊടുത്തിരിക്കുന്ന റൈവൽ പോയിന്റ്സ്. അതായത് സോണറ്റ് നമ്പർ 78 മുതൽ 86 വരെയാണ് ഈ റൈവൽ പോയിന്റ്സ് വരുന്നത്. ഇവിടെ റൈവൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ആര് വേണമെങ്കിലും ആകാം. ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിൽ എഴുതിക്കൊള്ളുന്ന ആര് വേണമെങ്കിലും ആകാം. കാരണം ഇവർ റൈവൽസ് ആകാനുള്ള കാരണം വെച്ചാൽ ഒരു പ്രൊഫഷണൽ ജലസിയുടെ ഭാഗം തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആ കാലഘട്ടത്തിൽ പേട്രൺസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു. ലൈക്ക് എവറി പോയറ്റ് ഓർ എവറി റൈറ്റർ വിൽ ഹാവ് എ പേട്രൺ. ഇപ്പം ആ പേട്രൺസ് വളരെ കാശുകാരുമായിരിക്കും. അപ്പം എല്ലാവർക്കും പേട്രൺസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. സോ ഓൾവേസ് ദീസ് റൈറ്റേഴ്സ് ആർ ലുക്കിംഗ് ഔട്ട് ഫോർ വെൽത്തി പേട്രൺസ്. അപ്പം ഇപ്പം എനിക്കൊരു പേട്രൺ ഉണ്ടെങ്കിൽ ആ പേട്രനെ അടിച്ചു മാറ്റാനായിട്ട് അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ടാകും. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ടൊരു കോമ്പറ്റീഷൻ അവിടെയായിട്ടുണ്ട്. അപ്പം എപ്പോഴും പേട്രനെ സന്തോഷിപ്പിച്ച് നിർത്തുക എന്നൊരു ആവശ്യകത കൂടി അവിടെയായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം റൈവൽ പോയിന്റ്സ് ആയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഷേക്സ്പിയറിന്റെ കാലഘട്ടത്തിൽ തന്നെ എഴുതിക്കൊണ്ടിരുന്ന, എന്നാൽ ഷേക്സ്പിയറിനെ പറ്റി ഈ പേട്രൺസിന്റെ അടുത്ത് പോയി കുറ്റം പറയുന്ന അദ്ദേഹത്തിന്റെ സഹ എഴുത്തുകാരെ പറ്റിയാണ് അദ്ദേഹം റൈവൽ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. അദ്ദേഹം സോണറ്റ് നമ്പർ 78 മുതൽ 86 വരെയിലാണ് റൈവൽ പോയിന്റ്സിനെ പറ്റി മെൻഷൻ വരുന്നത്. അതിന്റെ പ്രോബബിൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് പറയുന്നത് ക്രിസ്റ്റഫർ മാർലോയാണ്, അല്ലെങ്കിൽ മൈക്കൽ ട്രെയ്റ്റൺ ആണ്,
ബെൻ ജോൺസന്റെ പേരൊന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിലെ പല റൈറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഈ പറയുന്ന പ്രൊഫഷണൽ ജലസി ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റീരിയസ് ഐഡന്റിറ്റിയാണ് ഡാർക്ക് ലേഡി. നമ്മൾ പറഞ്ഞില്ല 127 മുതൽ 152 വരെയുള്ള സോണറ്റുകളിൽ വരുന്ന ഡാർക്ക് ലേഡി. ഈ ഡാർക്ക് ലേഡി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഷേക്സ്പിയറിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും കൂടിയായിരുന്നു ഇത്. അപ്പൊ ഈ ഡാർക്ക് ലേഡിക്ക് പല കാൻഡിഡേറ്റ്സ് ഉണ്ട്. കാരണം ഷേക്സ്പിയറിന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല സ്ത്രീകളുമായിട്ട് ലണ്ടനിൽ വെച്ച് ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ബയോഗ്രഫീസ് ഒക്കെ എഴുതുന്നവർ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരുപാട് സ്ത്രീകളുടെ ഇടയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സ് ആണ്. ഒന്ന് മേരി ഫിറ്റൺ. മേരി ഫിറ്റൺ എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ ആ സമയത്തെ റൂളർ ആയിരുന്ന ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ തോഴിമാരിൽ ഒരു പ്രധാനിയായിട്ടുള്ള ഒരാളായിരുന്നു മേരി ഫിറ്റൺ. മറ്റൊരാള് എമിലിയ ലാനിയർ എന്ന് പറയുന്നതാണ്. എമിലിയ ലാനിയർ ആ കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരിയും കൂടിയായിരുന്നു. അപ്പം ഇവരെ രണ്ടുപേരെയാണ് ബെസ്റ്റ് പ്രോബബിൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഡാർക്ക് ലേഡിയുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഡാർക്ക് ലേഡി സോണറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലായിട്ട് ആ പോയിറ്റിന്റെ ലൈഫിലെ ഫിസിക്കൽ പ്ലഷേഴ്സിനെയും സെൻഷ്വൽ പ്ലഷേഴ്സിനെയും അദ്ദേഹം എത്രത്തോളം ഈ പറയുന്ന ആ ഡാർക്ക് ലേഡിക്ക് വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സോണറ്റുകളിൽ വെളിവാക്കപ്പെടുന്നത്. ഓക്കെ, ഇനിയും അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഷേക്സ്പിയറിയൻ സോണറ്റുകളിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന കുറെ കോമൺ തീംസ് ആണ്. ടൈം, ഇമ്മോർട്ടാലിറ്റി, ബ്യൂട്ടി, ലവ്, പവർ ഓഫ് പോയട്രി ടു ട്രാൻസെൻഡ് ലൈഫ് ആൻഡ് ടൈം. ഇവയൊക്കെയാണ് സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന്റെ സോണറ്റ്സുകളിൽ കാണാൻ പറ്റുന്ന പ്രമുഖമായിട്ടുള്ള തീംസ്. ഇത് കൂടിയും കുറഞ്ഞുമൊക്കെ ഓരോ സോണറ്റ് അനുസരിച്ചുകൊണ്ടോ ഇരിക്കും. Lastly, I would like to end this session by a quotation from William Wordsworth. അദ്ദേഹത്തിന്റെ സ്കോൺ നോട്ട് ദ സോണറ്റ് എന്ന കവിതയിൽ അദ്ദേഹം ഷേക്സ്പിയറിന്റെ ലൈഫിൽ സോണറ്റിന്റെ പ്രാധാന്യത്തെ പറ്റി, അല്ലെങ്കിൽ ഷേക്സ്പിയർ എഴുതിയ സോണറ്റിന്റെ പ്രാധാന്യത്തെ പറ്റി അദ്ദേഹം പറയുന്നത് വെച്ചാൽ, വിത്ത് ദിസ് കീ ഷേക്സ്പിയർ അൺലോക്ക്ഡ് ഹിസ് ഹാർട്ട്. ഓക്കെ, അതായത് വെച്ചാൽ സോണറ്റ് ആകുന്ന ചാവി കൊണ്ട് ഷേക്സ്പിയർ തന്റെ ഹൃദയത്തിന്റെ താഴുകൾ തുറന്നു എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഷേക്സ്പിയറിന്റെ ലൈഫ് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകാം, ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ഒരുപാട് വിവരങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റിയില്ല, കുറെ മിസ്റ്ററീസ് ഒക്കെ നിറഞ്ഞിരുന്നതാണ്. വി വിൽ ഡിസ്കസ് അബൌട്ട് ദോസ് വെൻ വി ആർ ടേക്കിംഗ് ദി സോണറ്റ് ഇൻ ഡീറ്റെയിൽ. ആ സമയത്ത് നമ്മൾ ഓതറിന്റെ ബയോഗ്രഫിയെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലേക്കുള്ള ഒരു താക്കോലായിട്ടാണ് ഈ സോണറ്റുകളെ വില്യം വേർഡ്സ്വർത്ത് കാണുന്നത്. കാരണം അത്രയ്ക്കും എന്താ പറയുക, ഒരു സാധ്യതകൾ, അത്രയ്ക്കും ഈ ഒരു റൈറ്ററിനെ മനസ്സിലാക്കാനായിട്ടുള്ള വാതിലുകൾ ഈ പറയുന്ന സോണറ്റുകൾ തുറന്നിടുന്നുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് എ ബ്രീഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സോണറ്റ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. വി വിൽ ഡിസ്കസ് അബൌട്ട് ദോസ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തിരിക്കുന്ന ഇതിന്റെ റൈം സ്കീമിന്റെ കാര്യമൊക്കെയാണ്. മേ ബി അതിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത്. അല്ലാതെ പക്ഷം സോണറ്റുകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കവർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. where we will be dealing with sonnet number 29 in detail. Okay, we will go line by line. Yes, അപ്പോൾ ശരി കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.